ഇല്ല. നമ്മുടെ സ്കൂളിൽ മർക്കസ് സഖാഫത്ത് സുന്നിയ നടത്തുന്ന സ്കൂളിൽ ഹിന്ദുക്കൾ കുട്ടികൾ ഉണ്ടാവും. അവൻ ശബരിമലയിൽ പോകുന്ന കാലത്ത് കറുത്ത തുണിയെടുത്ത് കഴുത്തിൽ മാലയിട്ട് വരും. നമ്മൾ തടയാറില്ല, നമ്മൾ എതിർക്കാറില്ല. അത് അവരുടെ ആചാരം അവർ ചെയ്തുകൊള്ളും. അതേസമയത്ത് നമുക്കത് പാടില്ല. ഒരു ബ്രാഹ്മണനാണ് നമ്മുടെ സ്കൂളിൽ വരുന്നതെങ്കിൽ അവൻ കുപ്പായമിടാതെ പൂണൂല് ധരിച്ചുകൊണ്ട് വന്നാൽ നാം അവനെ തടയുന്നില്ല. നീ ബ്രാഹ്മണ സംസ്കാരം ഉപേക്ഷിക്കണമെന്ന് നാം അവരോട് പറയില്ല. അവൻ കുപ്പായം ധരിക്കണ്ട, അവൻ പൂനൂലിട്ട് വന്നാൽ വിരോധമില്ല. പക്ഷേ നമുക്കത് ചെയ്യാൻ പാടില്ല, നാം അത് ചെയ്യൂല. ക്രിസ്തുമസ് വരുമ്പോൾ ക്രിസ്ത്യാനികൾ എല്ലാം സ്റ്റാർ ഉണ്ടാക്കി അവരുടെ വീട്ടിന്റെ മുമ്പിൽ വെക്കും, അവരുടെ കാറിലും ബസ്സിലും കടകളിലും വെക്കും. നമുക്കൊരു വിരോധവുമില്ല. ആ സ്റ്റാർ വെച്ച പീടികയിൽ പോയി നമ്മൾ സാധനം വാങ്ങും, സ്റ്റാർ വെച്ച ബസ്സിൽ നമ്മൾ കയറും. പക്ഷേ ആ മതത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ ബസ്സിലും നമ്മുടെ കാറിലും അത് വെക്കാൻ പാടില്ല, നമ്മുടെ വീട്ടിൽ വെക്കാൻ പാടില്ല, നമ്മുടെ സ്ഥലത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ മറ്റ് മതങ്ങളെ ആക്ഷേപിക്കലോ അവരെ എതിർക്കലോ ഒന്നും ചെയ്യാതെ തന്നെ അവരുടെ മതത്തിന്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടി അവർ ജീവിക്കുകയും നമ്മുടെ മതത്തിൽ ഒരു ഭേദത്തിലും വരുത്താതെ, ഒരക്ഷരത്തിലും ഒരു പുള്ളിക്കും വ്യത്യാസം വരുത്താതെ, ഒരു നിയമത്തിലും വരുത്താതെ നമ്മുടെ ദീൻ ഇസ്ലാം അത് നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മതമൈത്രി എന്ന് പറയുന്നത്. വർഗീയതയ്ക്കെതിരായ പ്രവർത്തനം ഇതാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വർഗത്തിന്റെ ആശയവും ഒരു വർഗത്തിന്റെ ആചാരവും മറ്റൊരു വർഗത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനാണ് വർഗീയത എന്ന് പറയുന്നത്. അതൊരിക്കലും പാടില്ലെന്നാണ് നാം ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങുന്നു. സഹോദരങ്ങളെ, അങ്ങനെ ഒറ്റക്കെട്ടായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ നാം അടിയുറച്ചു നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്കിവിടെ ഇസ്സത്തുണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കറിയുമോ ജൂതന്മാർ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ജൂതന്മാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത്, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത്, ബ്രിട്ടീഷുകാർ എന്ന് പറയുമ്പോൾ എല്ലാവരും ജൂതന്മാരല്ലെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ജൂതന്മാരുണ്ട്. ആ ജൂതന്മാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ജൂതശക്തികളോടുകൂടി ഭരിച്ചിരുന്ന കാലത്ത്, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ചടകുടഞ്ഞു എഴുന്നേൽക്കുകയും ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിംകളും ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും ഈ പടിഞ്ഞാറുകാരെ ഇവിടെ നിന്ന് ഓടിക്കണം, ഒരിക്കലും ഇവിടെ നിലനിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ സമയം അവർക്ക് പേടിയായി, അവർക്ക് വളരെ വലിയ ഭയമായി. അങ്ങനെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിം സമുദായത്തെ ആ ബ്രിട്ടീഷുകാരന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാനും എന്താണ് വഴി എന്നാലോചിച്ചിട്ട് അവർ തീരുമാനിച്ചതാണ് ജാസൂസുകളെ അയക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ചാരന്മാർ ഈ കേരളത്തിലടക്കം ഇന്ത്യ രാജ്യത്ത് മുഴുവനും സർവീറ്റ് ചെയ്തു. ഒരു കൊല്ലത്തോളം അവരിവിടെ താമസിച്ചു. കാസർഗോഡ് മാലിക്കുദ്ദീനാർ പള്ളിയിൽ കണ്ണിമുക്രിയായിട്ട് ജോലി ചെയ്തു.
പള്ളിയിൽ വെള്ളം കോരുന്ന മുക്രിയായി അവർ ജോലി ചെയ്തു. പൊന്നാനി ജുമുഅത്ത് പള്ളിയിൽ വെള്ളം കോരി നടക്കാൻ ഈ ബ്രിട്ടീഷുകാരൻ വന്നു താമസിച്ചു. സൗജന്യമായിട്ട് അറിയാത്ത മനുഷ്യൻ, സാധാരണ പള്ളിയിൽ വരുന്ന ആളാണ്. ചിലപ്പം മൊല്ലാക്ക എവിടത്തിൽ പോകുമ്പോ നിങ്ങൾ ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബാങ്ക് വരെ കൊടുപ്പിച്ചു. അങ്ങനെ ഇവിടെ അവർ പഠനം നടത്തിയപ്പോൾ അവർ കണ്ടുപിടിച്ചത് ഇന്ത്യ രാജ്യത്ത് പൊതുവിലും കേരളത്തിൽ പ്രത്യേകിച്ചും ജനങ്ങൾ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നവരാണ്, തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്, നേതാക്കന്മാരുടെ കീഴിൽ അണിനിരക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിലവിലുള്ള എല്ലാ നേതാക്കളെക്കാളും വലിയൊരു നേതാവിനെ നമുക്ക് ഉണ്ടാക്കലാണ് നല്ലത്. ഏതാ ഇന്ന് നിലവിലുള്ളത്? സയ്യിദന്മാര്, തങ്ങന്മാര്. മറ്റൊന്ന് വലിയ വലിയ ശൈഖുമാര്, തരീഖത്തിന്റെ ശൈഖുമാരായ ഔലിയാക്കൾ. ഇവരെക്കാളൊക്കെ ഔലിയാക്കളെക്കാളും വലിയവരല്ലേ നബിമാര്? അല്ലേ? അതുകൊണ്ട് നമ്മളൊരു നബിനെ തന്നെ ഉണ്ടാക്കിക്കളയാം എന്ന് ബ്രിട്ടീഷുകാരൊക്കെ തീരുമാനിച്ചിട്ടാണ് മീർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനിയെ നബിയായി അവരോധിച്ചത്. സഹോദരങ്ങളെ, നിങ്ങളറിയോ കഥ? പക്ഷേ അവര് വിഡ്ഢിത്തത്തിൽ ചാടി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു നബി വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിംകൾ. അതുകൊണ്ട് അവരുടെ ഈ വാദം പൊളിഞ്ഞു. ഈ വാദത്തിന് അംഗീകാരം കിട്ടിയില്ല. പിന്നീട് അവരെടുത്തത് മുസ്ലിംകളുടെ ഇടയിൽ ഭിന്നിപ്പിക്കാനുള്ള ശക്തമായ പ്രവർത്തനം. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചതടക്കം, രണ്ട് രാജ്യമാക്കി തിരിച്ചതടക്കം അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു. പിന്നീട് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കുക, അതിനിവിടെ ബിദ്അത്തുകാരെ ഇറക്കുമതി ചെയ്തു, വഹാബിസത്തെ ഇറക്കുമതി ചെയ്തു, മൗദൂദിസത്തെ ഇറക്കുമതി ചെയ്തു, തബ്ലീഗിസത്തെ ഇറക്കുമതി ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ മുസ്ലിം സമുദായം ഛിന്ന ഭിന്നമായി പിരിഞ്ഞു. എന്നിട്ടും ആ കക്ഷികളൊക്കെ വളരെ ചുരുക്കം മാത്രം ഇവിടെ വളരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ശക്തിയായി കൊണ്ടിരിക്കുന്നു, സയ്യിദന്മാരെ പിന്നിൽ അണിനിരക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വന്ന് കാസർഗോഡ് വഹിമാത്തിന്റെ സ്റ്റേജിൽ കയറിയാൽ ഞങ്ങൾ 2 3 4 ആളുകൾ അല്ലാത്തവരൊക്കെ സയ്യിദന്മാര് തന്നെ. കൊമ്പുകൂലി സാദാത്ത്, അതുപോലെ മറ്റ് പല സയ്യിദന്മാരും. ഞാനിപ്പോൾ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഇപ്പൊ അടുത്ത ദിവസം മരണപ്പെട്ട പയോട്ടങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കുട്ടികളെ കണ്ടിട്ട് വരികയാണ് ഇപ്പൊ മഗ്രിബിന് ശേഷം. പോകുമ്പോ നമ്മളെ മറ്റേ തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇവര് വിളിച്ചു പറഞ്ഞു ഞാനും വരുമായിരുന്നല്ലോ എന്റെ വീട്ടിൽ. തങ്ങളോട് പറഞ്ഞു തങ്ങൾ വരണ്ട, തങ്ങൾ ആ സ്റ്റേജ് തന്നെ ഇരിക്കല് ബർക്കത്താണ്, ഞാൻ അവിടെ പോയിക്കോളാം. ആ വീട്ടിലും കയറി, ആ വീട്ടിലും കയറി മുന്തിരിക്കയും ഓറഞ്ചൊക്കെ എടുത്ത് തിന്ന് അവിടുത്തെ ദ്വാരത്തിലാണ് ഞാൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഇന്നും സയ്യിദന്മാരുടെ നേതൃത്വം ഇവിടെ നിലനിൽക്കുന്നു, ആലിമീങ്ങളുടെ നേതൃത്വം നിലനിൽക്കുന്നു. അത് ഭിന്നിപ്പിക്കാൻ എന്ത് വഴി എന്നാണ് ഇപ്പോൾ ചിലർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിവിടുത്തെ മുജാഹിദിനെ കൂട്ടുപിടിച്ചാലും ജമാഅത്തിനെ കൂട്ടുപിടിച്ചാലും ഏത് പ്രസ്ഥാനത്തെ കൂട്ടുപിടിച്ചാലും വിരോധമില്ല. സുന്നികളെ ഒന്നിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ചിന്തയുമായി ചിലർ നടക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, സഹോദരങ്ങളെ, നാം കണ്ണു തുറക്കുക, ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിൽ അണിനിരക്കുക. അതിനെതിരായി വരുന്ന മുഴുവൻ ആളുകളെയും
ഒറ്റപ്പെടുത്തി ദൂതന്മാരെ വഴിയിലേക്ക് പോകുന്ന ആ ഭിന്നിപ്പിന്റെ വഴിയിലേക്ക് പോകുന്ന ആളുകളെ നാം ഒഴിവാക്കുക. അത് നാം പ്രത്യേകമായി മനസ്സിലാക്കണം. നമ്മളിവിടെ സ്ഥാപനമുണ്ടാക്കുന്നത് എന്തിനാണ്? ഇപ്പോ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ഇല്ലേ? ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുമ്പോൾ ആളുകൾ പറയും, ഓ അത് ഫീസ് വാങ്ങുന്ന സ്കൂളാണെന്ന്. സുബ്ഹാനല്ലാഹ്, ഈ ജനങ്ങൾക്ക് വല്ല കഥയും അറിയോ? ചില ജനങ്ങൾക്ക് നിങ്ങൾക്ക് സംശയം. അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫീസ് വാങ്ങുന്ന സ്കൂളാണ്, പിന്നെ നമ്മളെന്തിനാ സഹായിക്കുന്നത്? സഹോദരന്മാരെ, ഇപ്പോ ഞാൻ മർക്കസിൽ ഇപ്പോ ബേജാറ് എനിക്കല്ലേ അറിയുള്ളൂ. മർക്കസിന്റെ നേരിട്ട് നടക്കുന്ന 10 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓരോ സ്കൂളിലും 10ാം ക്ലാസ് വരെ പഠിപ്പിക്കണമെങ്കിൽ ഉണ്ടാക്കേണ്ടുന്ന കെട്ടിടത്തിന് 1 കോടി രൂപ ചെലവ്. പിന്നെ അതിൽ ലാബുകൾ, സ്മാർട്ട് ക്ലാസിന്റെ ഉപകരണങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആധുനിക സംവിധാനങ്ങൾ ഇതൊക്കെ സ്കൂളിൽ വേണം. ഓരോ സ്കൂളിലേക്കും 10-15 ബസ്സുകൾ വേണം. ഒരു ബസ്സിന് 8 ലക്ഷം, 9 ലക്ഷം, 10 ലക്ഷം കൊടുക്കണം. ഇതൊക്കെ കൂടി ഫീസ് വാങ്ങിയിട്ട് നടത്താൻ കഴിയോ മക്കളെ? ഫീസ് വാങ്ങിയാൽ കഷ്ടിച്ച് കിട്ടിയാൽ അവിടെ പഠിപ്പിക്കുന്നവരുടെ സാലറിക്ക് ശമ്പളം കൊടുക്കാൻ കിട്ടും. അവിടുത്തെ വൈറ്റ് വാഷ് ചെയ്യാൻ വരെ ഈ ഫീസിൽ നിന്ന് കിട്ടുകയില്ല. ഇതാണ് അവസ്ഥ. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല പലരും. പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് മനസ്സ് വേദനിച്ച് ചിന്തിച്ച് നമ്മളെന്തിനാണ് ഈ സ്കൂൾ സ്ഥാപിക്കുന്നത്? നമ്മളെന്തിനാണ് ഈ കോളേജുകൾ സ്ഥാപിക്കുന്നത്? മാന്യ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്ക് ഈ കഴിവ് തന്നതുകൊണ്ട് നമ്മുടെ നാമവും നമ്മുടെ പ്രവർത്തനവും അത് ജനങ്ങളിൽ അംഗീകാരവും അല്ലാഹു തആല തന്നതുകൊണ്ട് നാം ഈ പ്രവർത്തനം ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ സ്കൂളുകൾ ഉണ്ടാവുകയില്ല, ഇവിടെ മദ്രസകൾ ഉണ്ടാവുകയില്ല, ഇവിടെ കോളേജുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ മക്കളെല്ലാം മൃഗതുല്യരായി മാറിപ്പോകും. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ നന്നാക്കിയെടുത്ത് ഈ രാജ്യത്തെ ജനങ്ങളെ ഭൗതികവും പാരത്രികവുമായ 2 അറിവുകളും കൊടുത്ത് അവരെ വളർത്തിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിം സമുദായത്തിൽ വലിയ വലിയ ഡോക്ടർമാർ വേണം, മുസ്ലിം സമുദായത്തിൽ എഞ്ചിനീയർമാർ വേണം, മുസ്ലിം സമുദായത്തിൽ അഭ്യസ്തവിദ്യരായ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വേണം. പക്ഷേ അഭ്യസ്തവിദ്യനാകുമ്പോഴേക്ക് അല്ലാഹുവിനെ മറക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഡോക്ടർമാരാകുമ്പോൾ ഞാൻ തന്നെയാണ് രോഗം മാറ്റുന്നത് എന്ന് ചിന്തിക്കുന്ന ഡോക്ടറാവരുത്. മറിച്ച് അവൻ ചിന്തിക്കേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ കഴിവുകൊണ്ടല്ലാതെ ഇവിടെ യാതൊരു കഴിവുമില്ല. മരുന്നിന് രോഗം മാറ്റാനുള്ള കഴിവില്ല, വെള്ളത്തിന് ദാഹം മാറ്റാനുള്ള കഴിവില്ല, ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാനുള്ള കഴിവില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവയെല്ലാം ഒരു കാരണമാക്കി വെച്ചതാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഡോക്ടർ നമുക്ക് വേണം, അങ്ങനെ വിശ്വസിക്കുന്ന എഞ്ചിനീയർ വേണം, അങ്ങനെ വിശ്വസിക്കുന്ന വലിയ വലിയ അഭ്യസ്തവിദ്യരായ നേതാക്കൾ വേണം. അതുകൊണ്ട് ഈ ഭൗതികമായ അറിവുകളെല്ലാം എത്ര ഉയർന്നു പഠിച്ചാലും വിരോധമില്ല. അതോടുകൂടെ ആത്മീയമായ ചൈതന്യം നമുക്ക് വേണം, ആത്മീയമായ അറിവ് വേണം. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, പ്രത്യേകിച്ച് പഠിച്ചു പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മഅരിഫത്ത് കരസ്ഥമാക്കലാണ്.
അല്ലാഹുവിനെ അറിയലാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തന്റെ മുർദയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, വഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ഓ ഹബീബായ മുഹമ്മദ് നബിയേ, വമിൻ ഉലൂമിക, അങ്ങയുടെ ഇൽമിൽ നിന്ന് അല്പം മാത്രമാണ് ലൗഹും ഖലമും. കേട്ടോ, നബി തങ്ങളുടെ അറിവിൽ നിന്ന് ചെറിയൊരു ഭാഗമാണ് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട അറിവ്. കേട്ടോ, ലൗഹുൽ മഹ്ഫൂദിൽ എന്താണ് എഴുതപ്പെട്ടത്? വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബ്. അല്ലാഹുവിന്റെ കിതാബിലില്ലാത്ത ഒന്നുമില്ല. എല്ലാ ഉണക്കയും പച്ചയും എല്ലാ എല്ലാ ചെറുതും വലുതും, 7 ആകാശത്തിലുള്ളതും 7 ഭൂമിയിലുള്ളതും എന്നല്ല മശ്രിഖ് മഗ്രിബിന്റെ ഇടക്കുള്ള എല്ലാ കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയുമോ, കുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. الله سبحانه وتعالى അല്ലാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഇൽമ് കുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ കലിമാത്ത് എന്നാൽ അല്ലാഹുവിന്റെ ഇൽമ്. ഇമാം ഫഖ്റുദ്ദീനുൽ റാസി തങ്ങൾ വിവരിച്ചു തരുന്നു, അല്ലാഹുവിന്റെ ഇൽമ് എന്നാണ്. അതിന്റെ അർത്ഥം വേറെയും അർത്ഥമുണ്ട്. അല്ലാഹുവിന്റെ ഇൽമ്, അല്ലാഹുവിന്റെ ഇൽമ് എന്ന് ആലിമീങ്ങൾ പറയും. ബിൽഫിഅലിൽ ഗൈറു മുതനാഹിയാണ് അല്ലാഹുവിന്റെ ഇൽമ്. അങ്ങനെ അറ്റമില്ലാത്ത ഇൽമ്, അതിനെ കടലിലുള്ള വെള്ളം മുഴുവനും മഷിയാക്കി, ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളും കലമുകളാക്കി എന്നല്ല സൂറത്തു ലുഖ്മാനിൽ പറഞ്ഞതുപോലെ 7 കടൽ എന്നുള്ള കടലിന്റെ പുറമെ 7 കടലും കൂടിക്കൊണ്ടുവന്ന് അത് മുഴുവനും മഷിയാക്കുകയും മരങ്ങൾ മുഴുവനും കലമാക്കുകയും ചെയ്തിട്ട് അതുകൊണ്ട് എഴുതിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തആലയുടെ ഇൽമുകൾ എഴുതി അവസാനിക്കുകയില്ല. അല്ലാഹുവിന്റെ കലിമാത്തുകൾ എഴുതി അവസാനിക്കുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയ ഇൽമുള്ള അല്ലാഹു, ഖുദ്റത്തുള്ള അല്ലാഹു, ഇറാദത്തുള്ള അല്ലാഹു, ഹയ്യും ഖയ്യൂമായ അല്ലാഹു, അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റത്തെ കഴിവ് മനസ്സിലാക്കിയ ആള് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കേട്ടോ, ആ മഅരിഫത്ത് എന്ന് പറയുന്ന സാധനം അത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതാൻ കഴിയില്ല, അത് അർശിൽ എഴുതാൻ കഴിയില്ല, അത് മുസാഫിൽ എഴുതാൻ കഴിയില്ല. അല്ലാഹുവിനെ ഏറ്റവും അറിയുന്നവൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം അല്ലാഹുവിനെ പേടിക്കുന്നത് ഞാനാണ്, അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നത് ഞാനാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നബിതങ്ങളെ ഇൽമു പോലെ ഇൽമുള്ളവരില്ല, നബിതങ്ങളെ മഅരിഫത്ത് പോലെ മഅരിഫത്തുള്ളവരില്ല. അതാണ് ഇമാം ബൂസീരി പറഞ്ഞത്, വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, അങ്ങയുടെ ഇൽമിൽ നിന്ന് ബഅദ്, അതിൽ നിന്ന് ഒരല്പം മാത്രമാണ് ലൗഹുൽ മഹ്ഫൂദിലുള്ളത്. ആ നബിതങ്ങളെ ഇൽമിന്റെ ശേഷം
ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടില്ലേ? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത് കഴിച്ച് സലാം വീട്ടി. അപ്പോ ദുല്യദൈനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സഹാബി എഴുന്നേറ്റിട്ട് നബിയെ നിസ്കാരം 2 നിസ്കരിച്ചല്ലോ, ചുരുക്കിപ്പോയോ? അപ്പൊ ദുല്യദൈനി പറഞ്ഞു, ശരിയാണോ തോറ്റു? അതെ എന്ന് എല്ലാവരും പറഞ്ഞു. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ 2 റക്അത്ത് കൂടി നിസ്കരിച്ചു. അവസാനം സഹുവിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടി. എന്തിനാ മറന്നുപോയത്? അങ്ങനെ എന്തിനാ അങ്ങനെ മറപ്പിച്ചത്? പല കാരണങ്ങളുണ്ട്. അമ്പിയാക്കൾക്ക് ചെറിയ ചെറിയ മറതിയുണ്ടാവാം, പക്ഷെ ആ മറന്ന കാര്യം ഉടനെ ഉണർത്തപ്പെടും. അതൊരു കാര്യം. രണ്ടാമത് ഹിമമികൾക്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കാൻ ഒരു ഹിമമിയോ ഒരു സക്കാഫിയോ ഒരു സഅദിയോ ഒരു പള്ളിയിൽ പോയി നിന്ന് തൽക്കാലം 1 റക്അത്ത് ചുരുക്കി നിസ്കരിച്ചു പോയി. അപ്പോൾ എല്ലാവരും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലി അടുത്ത റക്അത്ത് കൂട്ടി നിസ്കരിച്ച് ഇയാൾ എന്ത് സഖാഫി, എന്ത് ഇമാമി, എന്ത് സഅദി പിരിച്ചുവിടണം എന്ന് പറയാതിരിക്കാനാ അല്ലാഹു റസൂൽ അന്ന് തന്നെ 4 റക്അത്തുകൾ 2 റക്അത്തുകൾ ചൊല്ലാൻ പറ്റി. അല്ലാഹു തആല അങ്ങനെ ചെയ്തൊരു ഹിക്മത്താണ്, അല്ലാഹുവിന്റെ ഹിക്മത്താണ്. ഞാൻ പറയുന്ന വിഷയം അതല്ല, ഒരുപാട് ഹിക്മത്തതിലുണ്ട്. ആ ഹദീസ് വിവരിക്കുന്ന സ്ഥലത്ത് സഹീഹുൽ ബുഖാരിയിൽ കാണാം, വഫിൽ ഖൗമി അബൂബക്കറിൻ വഉമർ ഫഹാബാ അൻ യസ്അലഹു. സമയത്ത് ദുല്യദൈനിയൊക്കെ ചോദിച്ചപ്പോൾ ആ സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് ഉണ്ട്. എന്നിട്ടോ അവരുടെ രണ്ടാളുടെയും ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൈബത്ത് ഗാലിബായി. റസൂലുള്ളാഹിന്റെ മഹത്വവും ഹൈബത്തും അളമത്തും അവരുടെ ഹൃദയത്തിൽ ഗാലിബായി. അതുകൊണ്ട് അവർ ചോദിച്ചില്ല. കണ്ടോ, റസൂലുള്ളാഹിന്റെ ഹൈബത്ത്, റസൂലുള്ളാഹിന്റെ അളമത്ത്, റസൂലുള്ളാഹിന്റെ വലിപ്പം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ മനസ്സിലാക്കിയതുപോലെ മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് മനസ്സിലാക്കിയതുപോലെ മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് അവർ ചോദിക്കുന്നതിന് ഹൈബത്ത് അവർ തടഞ്ഞു. അപ്പോൾ അങ്ങനെ മഅരിഫത്താകുന്ന ഇൽമ്, ഈമാന്, ഹൈബത്ത് അത് ഇങ്ങനെ താഴോട്ട് താഴോട്ട് കുറഞ്ഞു വരും. എന്നാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമുക്കും ആ മഅരിഫത്താകുന്ന വലിയ ബഹറിൽ നിന്ന് ഒരൽപ്പം മുക്കി കുടിക്കണം, ഒരൽപ്പം നമുക്ക് കിട്ടണം. അതിനെന്ത് വേണമെന്നറിയുമോ? മഅരിഫത്ത് സമ്പാദിച്ച മഹാന്മാരോടുകൂടെ നമ്മളും ഉണ്ടാവണം. എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊല്ലുന്നവർ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് തങ്ങൾ പറഞ്ഞ മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖ فأحميك في الدنيا ويوم القيامة. എന്നെ പിടിച്ചോവർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, അതേ പ്രകാരം സയ്യിദ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു, ഷാഹുൽ ഹമീദ് മിറാൻ അൻ-നാമൂരി റളിയല്ലാഹു അൻഹു, ഹാജാ മുഈനുദ്ദീൻ അൽ-ചിസ്തി റളിയല്ലാഹു അൻഹു, ഖുത്ബുൽ ഔലിയായി അബുൽ ഹസൻ അശ്-ശാദിലി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയ വലിയ വലിയ നിര ഔലിയാക്കളുടെ നിര, ആരിഫീങ്ങളെ നിര, സ്വാലിഹീങ്ങളെ നിര, ആ നിരയാണ് ഇവിടെ നിലനിൽക്കുന്നത് കേട്ടോ. അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്കറിയുമോ മർക്കസുൽ സഖാഫത്തി സുന്നിയയുടെ വളർച്ചയ്ക്ക് എന്താണ് കാരണം? ബഹുമാനപ്പെട്ട ശൈഖ് മുഹമ്മദ് അബൂബക്കർ അൽ മടവൂരി അൽ മശ്ഹൂരി ബിസിയം വലിയില്ലാ
സിയ്യദ് എന്ന മഷ്ഹൂറായ ശൈഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ മർക്കസിനെ നോക്കും, മർക്കസിനെ ഞാൻ നോക്കും, ഞാൻ സംരക്ഷിക്കും, ഞാൻ ഇവിടുത്തെ ശൂന്യങ്ങളെ മുഴുവനും നോക്കുന്നുണ്ട്. അതിനാണ് ഒരു വലിയ കുത്തുബാണ്, ഒരു വലിയ കുത്തുബാണ്, അതിലൊരു സംശയവുമില്ല. മർക്കസിന്റെ തറക്കല്ലിടാൻ സ്ഥലവും നോക്കി നടന്നിട്ട് എവിടെയും കിട്ടുന്നില്ല, എവിടെയും കിട്ടുന്നില്ല. തീയതി നിശ്ചയിച്ചിരിക്കുന്നു, ചുമരില്ലാതെ എഴുതാൻ കഴിയും. തറക്കല്ലിടാൻ തീയതി നിശ്ചയിച്ചു. SYF-ന് സ്റ്റേറ്റ് സമ്മേളനത്തോട് അനുബന്ധിച്ച് 1978 ഏപ്രിൽ 18 തറക്കല്ലിടാൻ നിശ്ചയിച്ചു. സ്ഥലം കിട്ടിയില്ല. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ചെന്ന് അവസാനം പറഞ്ഞു, സ്ഥലം കിട്ടിയിട്ടില്ല, ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മടങ്ങിയാൽ മതി, ബൈക്കിലുണ്ടാവും സ്ഥലം. അങ്ങനെ മടങ്ങി വരുമ്പോഴാണ് മർക്കസ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ അടുത്തൊരു ബോർഡ് കാണുന്നത്, സ്ഥലം വിൽപ്പനക്ക്. സ്ഥലം വിൽപ്പനക്കുണ്ട്. ഒരു ഏറോ മാർക്കുണ്ട്. മേലോട്ട് കയറി നോക്കുമ്പോ ആ സ്ഥലം നല്ല വിശാലമായ സ്ഥലം, 5 ഏക്കറേ ഉള്ളൂ. എന്നാലും കച്ചവടം ചെയ്യാൻ കാശില്ല. എന്നാലും പോയിട്ട് ഉടനെ ഒരു ഹിന്ദു സഹോദരനോട് കച്ചവടം ചെയ്ത് 15,000 രൂപ മാത്രം അദ്ദേഹത്തിന് കൊടുത്തു. ബാക്കിയുള്ളത് കൊടുക്കാൻ അവധി നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ സമ്മതപ്രകാരം അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലായപ്പോൾ തന്നെ തറക്കല്ലിട്ടു. അങ്ങനെയായ ബഹുമാനപ്പെട്ടവരുടെ നോട്ടം. അതുപോലെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ നവറല്ലാഹു മർഖദഹു തുടങ്ങിയവരുടെ നോട്ടം. അതുപോലെ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ എത്രയെത്ര ഔലിയാക്കൾ വേറെ വന്നു. മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി വന്നു, സയ്യിദ് അബ്ബാസ് മാലിക്കി വന്നു, സയ്യിദ് അബുൽ ഫൈദ് യാസീൽ മദാരി തങ്ങൾ വന്നു, ഇസ്മായിൽ സൈൻ വന്നു, ഹസൻ ഷദ്ദാദ് തങ്ങൾ വന്നു. അങ്ങനെ അറിയപ്പെട്ട ഔലിയാക്കൾ തന്നെ എത്രയോ ആളുകൾ വന്ന് സന്ദർശിച്ച് ദുആ ചെയ്ത്. അറിയപ്പെടാത്തവരെങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും, അവരെ നമ്മളൊന്നും അറിയില്ല. ഒരിക്കലും മർക്കസിന്റെ സമ്മേളനത്തിൽ ഞാൻ ദിക്ർ ഹൽക്കന്റെ എന്ന് പറഞ്ഞു. ഇവിടെ ഖാദിരിയ തരീഖത്ത്, റിഫായി തരീഖത്ത്, നക്ഷബന്ദി തരീഖത്ത് ഒക്കെ ഉള്ളവരുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക തരീഖത്തിന്റെ ദിക്റൊന്നല്ല ഇവിടെ ചെല്ലുന്നത്. ഞാനിങ്ങനെ പറയുമ്പോഴും ഒരാളവിടെ വിളിച്ചിട്ട്, ഒരു തരീഖത്തുമില്ലാത്തവനും ഈ തരീഖത്തുകാരെ പ്രിയം വെക്കുന്നവൻ ഉണ്ട്. നോക്കുമ്പോ ആരാധന ഒരു വലിയ മജ്ദൂബായ സയ്യിദ്. മൂപ്പര് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എനിക്ക് പറമ്പിൽ കടവിലെ ഔലിയാക്കളുടെ അടുത്ത് പോയി കിടക്കണം, എന്നെ അവിടെ മറവ് ചെയ്യണം. EK ഹസൻ മുസ്ലിയാരും അതുപോലെ അദ്ദേഹത്തിന്റെ വാപ്പയും എല്ലാം അവിടെയാണ് ഉള്ളത്, എനിക്ക് അവിടെ കിടക്കാനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി മരിച്ച മഹാൻ. അങ്ങനെ നമ്മൾ അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാകും. ഈ സദസ്സിലൊക്കെ എത്രയോ ആളുകളുണ്ടാകും. നേരത്തെ നമ്മൾ മഴ നിൽക്കാൻ ഞാൻ ദ്വാർന്നപ്പോ ഈ ഔലിയാക്കളുണ്ടാവും അവിടെ. അവരുടെ ബർക്കത്ത് കൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അവരുടെ മാർഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗം, അതിൽ നിന്ന് ഒരണുവളവ് തെറ്റിപ്പോകണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് കുഴപ്പമുണ്ടായാലും, എന്ത് ബഹളമുണ്ടായാലും, എന്ത് പ്രസംഗം കേട്ടാലും നമ്മുടെ ആ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് ഒരണുവളവ് തെറ്റിപ്പോകാതെ അവിടെ സ്ഥിരതയോടുകൂടി നിൽക്കണം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി. ഈമാനുള്ള ജനങ്ങളെ ഉറച്ച വാക്കുകൊണ്ട് അല്ലാഹു തആല നിലനിർത്തുമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റി പറയാതെ, ഇളകി പറയാതെ അല്ലാഹ് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറയേണ്ടതില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ഔലിയാക്കൾ പഠിപ്പിച്ച വഴി, സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച വഴി, അതാണ് നാം സ്വീകരിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്
കൂടുതൽ ഉണ്ടാക്കുക. നമുക്ക് മഅരിഫത്ത് കിട്ടാനുള്ള വഴി അതാണ്. അവിടുത്തെ പേരിൽ സ്വലാത്ത് ചെല്ലുക, സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, അവിടുത്തെ ആസാറുകളെ ബഹുമാനിക്കുക, അവിടുത്തെ ആസാറുകളെ അദബത്തോടുകൂടി ബഹുമാനിക്കുക.